എല്ലാവർക്കും നമസ്കാരം. കറണ്ട് തോട്ട്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ കറണ്ട് തോട്ട്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരളത്തിൻ്റെ ഒരു വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ കേന്ദ്ര അവഗണനയ്ക്കെതിരായി ഡൽഹിയിൽ സർക്കാർ ഒന്നടങ്കം സമരത്തിന് പോകുമ്പോൾ ഞങ്ങളില്ല എന്ന് നിഷേധാത്മക നിലപാടെടുത്ത UDF-നെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. കേരളത്തിൻ്റെ പൊതുവായ സാഹചര്യം പലവട്ടം സർക്കാർ വിശദീകരിച്ചതാണ്. കേന്ദ്രം ഏതെല്ലാം വിധത്തിൽ അവഗണിക്കുന്നു എന്നുള്ളത് ഇന്ന് ഏറ്റവും സാധാരണക്കാരന് പോലും മനസ്സിലാവുന്നുണ്ട്. അത് കേരളം ഒരു സൗജന്യം ചോദിക്കുന്നതല്ല. കേരളത്തിൽ നിന്ന് അടക്കം പിരിച്ചു കൊണ്ടുപോകുന്ന നികുതി ഉൾപ്പെടെയുള്ള വിഹിതം അടക്കം കേരളത്തിന് അവകാശപ്പെട്ട വിഹിതങ്ങളും പദ്ധതികളുമാണ് യാതൊരു മറയുമില്ലാതെ തടഞ്ഞു വച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് തരില്ല എന്നുള്ള നിലപാട് കേന്ദ്രം സ്വീകരിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനും LDF-ൻ്റെ നേതാക്കളും പലവട്ടം വിശദീകരിച്ചു. 67,000 കോടിയോളം രൂപ നമുക്ക് അർഹതപ്പെട്ട പണം തരാനുണ്ട്. നിരവധി പദ്ധതികൾ, റെയിൽവേ അടക്കം, അതിവേഗ പാത അടക്കം എത്രയോ പദ്ധതികൾ യാതൊരു കാരണവുമില്ലാതെ തടഞ്ഞു വച്ചിരിക്കുകയാണ്. അപ്പോൾ ധനകാര്യമായി ബുദ്ധിമുട്ടിക്കുക, പദ്ധതികൾ നൽകാതെ വികസനമില്ല എന്ന് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ആസൂത്രിത നീക്കം നടത്തുക, ഇങ്ങനെ ആർക്കും നിഷേധിക്കാനാവാത്ത വിധത്തിലുള്ള അവഗണനയാണ് കേന്ദ്ര സർക്കാർ, BJP സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സാഹചര്യത്തിലാണ് കേരളത്തിൽ ഉടനീളം നവകേരള സദസ്സ് നടത്തി ജനങ്ങളോട് ഈ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു. അതിനുശേഷം ഫെബ്രുവരി 8 സമരത്തിന് പോവുകയാണ്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാക്കളെ ചർച്ചയ്ക്ക് വിളിച്ചു. ആ ചർച്ചയ്ക്ക് വിളിച്ച ദിവസം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉരുണ്ട് കളിച്ച് പറഞ്ഞെന്താ, ഞങ്ങൾ UDF ചർച്ച ചെയ്തിട്ട് അറിയിക്കാം എന്ന് പറഞ്ഞു. അന്ന് തന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് ഇവർ പങ്കെടുക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ രാഷ്ട്രീയ കാരണം എന്ന് മാത്രമാണ് ഉത്തരം. എല്ലാം രാഷ്ട്രീയം തന്നെയാണ്. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയ കാരണം എന്താണ് പങ്കെടുക്കാതിരിക്കാൻ? അവിടെയാണ് UDF-ൻ്റെ, പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ കള്ളക്കളി തെളിഞ്ഞു വരുന്നത്. കോൺഗ്രസ് പറയുന്നത്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിൽ പറയുന്നത്, കേന്ദ്ര അവഗണന എന്നുള്ള കാര്യത്തിൽ പിന്നെ ഞങ്ങൾക്ക് സംശയമില്ല. അതായത് ധനക്കമ്മീഷൻ്റെ വിഹിതം വെട്ടിക്കുറച്ചു, വിവിധ പദ്ധതികളിൽ നമുക്ക് തരാനുള്ള പൈസ തരാനുണ്ട്, ഇതൊക്കെ കോൺഗ്രസ് അംഗീകരിക്കുന്നുണ്ട്, പ്രതിപക്ഷം അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ അതുമാത്രമല്ല, നികുതി പിരിവിൻ്റെ കാര്യത്തിലടക്കം കേരളത്തിലെ അനാസ്ഥയും ധൂർത്തും കൂടിയാണ് ഇവിടുത്തെ പ്രതിസന്ധി കാരണം. അതുകൊണ്ട് ഞങ്ങൾ വരുന്നില്ല എന്നാണ്. ഇനി വാദത്തിന് വേണ്ടിയിട്ട് രണ്ടാമത്തെ കാര്യം അംഗീകരിച്ചാലും ആദ്യത്തെ കാര്യമാണല്ലോ പ്രധാനം എന്ന് അംഗീകരിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ കൂടെ നിൽക്കാനുള്ള ബാധ്യത പ്രതിപക്ഷത്തിനില്ലേ? ഉണ്ട്. ഇത് കേരളത്തിലെ ജനങ്ങൾ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ് കേരളത്തോട് കേന്ദ്രം കാണിക്കുന്ന അവഗണന. ഇത് പരമ്പരാഗതമായി പറഞ്ഞു പോരുന്ന ഒരു വാദമല്ല. ഇത് ജനങ്ങളുടെ മുമ്പിൽ കണക്ക് സഹിതം വച്ചിട്ടുള്ളൊരു വാദമാണ്. എനിക്ക് തോന്നുന്നു ഒരു പരിധിവരെ BJP നേതാക്കൾ പോലും ഡൽഹിയിൽ പറഞ്ഞിട്ടുള്ളത്, സംസ്ഥാനത്തെ BJP നേതാക്കൾ പോലും ഡൽഹിയിൽ പോയി അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ഈ നീക്കം ഗുണം ചെയ്യുമോ എന്ന് സംശയമാണ് എന്ന് തന്നെയാണ്. അതായത് അവർക്ക് പോലും സംശയമുണ്ട്. പക്ഷേ കേന്ദ്ര BJP നേതാക്കൾ ആസൂത്രിതമായിട്ട് കേരളത്തെ പ്രതിസന്ധിയിലാക്കുകയും ആ പ്രതിസന്ധിയുടെ കാരണം LDF ആണെന്ന് വരുത്തി തീർക്കുകയും അങ്ങനെ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ പറ്റുമോ എന്ന് ഒരു ശ്രമം നടത്തുകയാണ് BJP. ആ BJP കേരളത്തിൻ്റെ ആനുകൂല്യങ്ങൾ തടഞ്ഞ്, പണം തടഞ്ഞ്, ഇവിടുത്തെ ക്ഷേമ പെൻഷനുകൾ തടയാൻ ആലോചിക്കുന്നു. മറ്റ് DA വർധന വരുത്തിയത് കൊടുക്കാതിരിക്കാൻ എങ്ങനെ ആലോചിക്കും? അപ്പോൾ ഈ ജീവനക്കാരെയും ജനങ്ങളെയും ഈ എതിരാക്കുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് ഈ പണം, കേരളത്തിന് അവകാശപ്പെട്ട പണം തടഞ്ഞു വയ്ക്കുന്നത്. ഈ LDF സർക്കാർ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ പെൻഷൻ 2,500 രൂപയാക്കും എന്ന് വാഗ്ദാനമാണ്. അത് വാക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. DA കുടിശ്ശിക കൊടുക്കാൻ ഞങ്ങൾക്ക് ബാധ്യസ്ഥതയുണ്ട്, ഞങ്ങൾ കൊടുക്കാൻ തയ്യാറാണ്. ഞങ്ങളുടെ കയ്യിൽ പണമില്ല, ഞങ്ങൾ ഔദാര്യം ചോദിക്കുന്നതല്ല, അവകാശപ്പെട്ട പണം തന്നാൽ ഇതെല്ലാം കൃത്യമായി നടപ്പാക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയും. അപ്പോൾ കഴിഞ്ഞ 7.5 വർഷക്കാലമായിട്ട് യാതൊരു അഴിമതിയെക്കുറിച്ച് കേരള സർക്കാരിനെതിരെ പറയാനില്ല. പ്രഖ്യാപിച്ച പദ്ധതികളിൽ ഏതെങ്കിലും നടപ്പാക്കാതിരുന്നു എന്ന് പറയാനില്ല. വികസനം ചരിത്രത്തിലില്ലാത്ത വിധം ദേശീയപാത അടക്കം, പാലങ്ങളടക്കം മറ്റെല്ലാ രംഗത്തും വലിയ വികസനം നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും നഗരങ്ങളിൽ വലിയ വികസനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് കൂടുതൽ പണം, അവകാശപ്പെട്ട പണം കിട്ടിയാൽ കേരളം വീണ്ടും വികസിക്കും, കേരളത്തിലെ ക്ഷേമ പദ്ധതികൾ നടപ്പാവും, വിദ്യാലയങ്ങൾ നന്നാവും,
ഉന്നത വിദ്യാഭ്യാസ മേഖല വളരും. ഇതൊന്നും വളരേണ്ടതില്ല, നന്നാവേണ്ടതില്ല എന്ന തീരുമാനമാണ് കേന്ദ്ര സർക്കാരിൻ്റേത്. ആ തീരുമാനത്തോടൊപ്പം നിന്നുകൊണ്ട് കേരളത്തെ വഞ്ചിക്കുന്ന നിലപാടാണ് UDF സ്വീകരിച്ചിട്ടുള്ളത്. കേന്ദ്രത്തിൻ്റെ മുന്നിൽ പോയി, BJPയുടെ മുന്നിൽ പോയി ഡൽഹിയിൽ സമരം നടത്താൻ മുട്ടിടിക്കുന്ന സ്ഥിതി എന്തുകൊണ്ട് വന്നു? അതിന് കാരണം അവർ പറയുന്ന ബാലിശമായ കാരണങ്ങളൊന്നുമല്ല. അവർ പറയുന്നത് എന്താണ്? ഇവിടെ നികുതി പിരിക്കുന്നില്ല എന്നാണ്. VD സതീശൻ കഴിഞ്ഞ കോവിഡ് കാലത്തുള്ള നികുതി പിരിവ്, അതിന് ശേഷമുള്ള നികുതി പിരിവ്, 2022-23 കാലത്തെ നികുതി പിരിവ്, ഇപ്പോൾ ഈ മാർച്ച് വരെ നടക്കാൻ പോകുന്ന നികുതി പിരിവ്, ഇത് കൃത്യമായി പഠിച്ചാൽ കേരളത്തിൻ്റെ ശേഷിക്കനുസരിച്ച് പരമാവധി നികുതി പിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും അത് വർദ്ധിപ്പിക്കാനുള്ള നടപടി സർക്കാർ എടുത്തിട്ടുമുണ്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷം 22% നികുതി പിരിവിൽ വർധനവുണ്ടായത്. ഇത് ഞങ്ങളാരും പറയുന്നതല്ല, ദേശീയ തലത്തിൽ തന്നെ എൻ്റെ കണക്ക് പുറത്തു വന്നിട്ടുണ്ട്. ഇന്ത്യയിൽ നികുതി പിരിവ് ഊർജിതമാക്കിയ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളം 3-ാമതാണ്. 63,000 കോടി പിരിച്ചിരുന്നത് ഇപ്പോൾ 77,000 കോടിയിലേക്ക് എത്തി. അപ്പോൾ വർധനവുണ്ട്, പോരാ, സമ്മതിച്ചു. പക്ഷേ ആ കാരണം കൊണ്ട് ഞങ്ങൾ ഡൽഹിക്ക് വരുന്നില്ല എന്ന് പറയുന്നത് ജനങ്ങൾ വിശ്വസിക്കില്ല. ധൂർത്ത്, എവിടെയാണ് ധൂർത്ത്? നവകേരള സദസ്സിന് നേരെ ധൂർത്ത് എന്ന് പറഞ്ഞു, സത്യമെല്ലാം പുറത്തു വന്നു. കേരളീയത്തിലെ ധൂർത്തിനെ കുറിച്ച് പറഞ്ഞു, അതിൻ്റെ സത്യങ്ങൾ പറഞ്ഞു. ബഹുഭൂരിപക്ഷം പരിപാടി സ്പോൺസർഷിപ്പിലാണ് നടപ്പാക്കിയിട്ടുള്ളത്. അത് ക്രമേണ സർക്കാരിന് ലാഭകരമായി മാറാൻ പോവുകയാണ്. പിന്നെ എവിടെയാണ് ധൂർത്ത്? അപ്പോൾ ഈ ധൂർത്ത് എന്നുള്ള വാദം, സർക്കാർ എന്ത് ചെയ്താലും ധൂർത്ത് എന്ന് പറയുന്നവർക്ക് അങ്ങനെ പറയാം. പക്ഷേ ജനങ്ങളുടെ മുമ്പിൽ എന്ത് ധൂർത്താണ് എന്നുള്ളത് അവർക്ക് ബോധ്യപ്പെടുന്നില്ല. അതേസമയം പരിമിതമായ തുക ഉപയോഗിച്ച് പരമാവധി ജനകീയ പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വസ്തുത മുന്നിൽ നിൽക്കെ സമരത്തിൻ്റെ ബഹിഷ്കരണത്തിന് പിന്നിൽ BJPയുമായുള്ള ചങ്ങാത്തമാണ് എന്ന് വ്യക്തമാണ്. ആ ചങ്ങാത്തത്തിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനുമെതിരായിട്ട് വളരെ ആസൂത്രിതമായിട്ട് അധിക്ഷേപങ്ങൾ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേന്ദ്രമന്ത്രി V. മുരളീധരൻ, മറ്റൊരു മന്ത്രിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരൻ ഉൾപ്പെടെ കേരളത്തിൽ നിന്നുള്ള മലയാളികളായ മന്ത്രിമാരെല്ലാം ആസൂത്രിതമായി നടത്തുന്ന ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഈ ആദായനികുതി വകുപ്പിൻ്റെ പരിശോധന, അവരുടെ ഇൻ്റർവ്യൂ സെറ്റിൽമെൻറ്റ് ബോർഡ്, അതിൽ താല്പര്യപൂർവ്വമുള്ള റിപ്പോർട്ട്, അതിൻ്റെ പുറത്ത് മറ്റു ചില അന്വേഷണ സംവിധാനങ്ങൾ, അതിനകത്ത് ചില റിപ്പോർട്ടുകൾ ചില വ്യക്തികൾ പുറത്തുവിടുന്നത്, ആ റിപ്പോർട്ടുകൾ വെച്ച് മാധ്യമങ്ങൾ കഥകൾ മെനയുന്നത്. ഏതെങ്കിലും ഒരു കഥ, ഏതെങ്കിലും ഒരു വാർത്ത വസ്തുതയുമായി ബന്ധമുള്ളതാണോ? ഒറ്റ കാര്യം മാത്രം ആലോചിച്ചാൽ മതി. കരാർ എടുത്ത കമ്പനിക്കോ കരാർ കൊടുത്ത കമ്പനിക്കോ ഇല്ലാത്ത പരാതി ഈ മാധ്യമങ്ങൾക്കും ഈ BJP കോൺഗ്രസ് സഖ്യത്തിനും എവിടെ നിന്ന് കിട്ടുന്നു? അപ്പോൾ ഇത് ആസൂത്രിതമായി വളഞ്ഞു പിടിച്ച് മുഖ്യമന്ത്രിയെ എങ്ങനെ ട്രാപ്പിലാക്കാം എന്ന് വൃദ്ധാശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനേക്കാൾ വലിയ മല ഇളകി വന്ന സംഭവമായിരുന്നു സ്വർണ്ണക്കടത്ത് കേസ്. അന്ന് മുഖ്യമന്ത്രി വളഞ്ഞിട്ട് പിടിക്കാൻ നോക്കി, എവിടെ എത്തിയില്ല. അത് കോടതി കൈക്കല കൂടാതെ എടുത്ത് പുറത്തേക്കിട്ടു. ഇതും സമാനമായ അവസ്ഥ ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ പക്ഷേ ഈ രണ്ട് കേന്ദ്രമന്ത്രിമാർ, UDF പത്രം, അതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ്, ഇങ്ങനെ ഒരു വലിയ ശൃംഖല ഈ സർക്കാരിനെതിരായ നീക്കത്തിൽ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യയിലെ കോൺഗ്രസ് നേതാക്കന്മാർ EDയെയും CBIയെയും ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾ രാഷ്ട്രീയമായ ഉപകരണമാക്കി BJP മാറ്റുന്നു, അതുകൊണ്ട് അവരുടെ നീക്കങ്ങൾ നമ്മൾ പിന്തുണയ്ക്കുന്നില്ല എന്ന് പരസ്യമായി പറഞ്ഞ കോൺഗ്രസ് നേതാക്കൾ ഉള്ളപ്പോൾ തന്നെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് പറയുന്നു, മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്കെതിരായിട്ട് ED വരട്ടെ, CBI വരട്ടെ. എന്താ അടിസ്ഥാനം? ഈ സഹമന്ത്രിമാർ ഉൾപ്പെടെ പുറത്തു കൊണ്ടുവന്ന രേഖകളും അതിൻ്റെ വാർത്തകളും അടിസ്ഥാനപ്പെടുത്തി പരിശോധിച്ചോട്ടെ. അപ്പോൾ ബന്ധങ്ങൾ കൃത്യമാണ്. അപ്പോൾ അങ്ങനെ LDFനെതിരായി വലിയ കോക്കസിൻ്റെ ഭാഗമായി നിൽക്കുന്ന പ്രതിപക്ഷ നേതാവിനും കൂട്ടർക്കും BJPയുടെ മുന്നിൽ പോയി സമരം ചെയ്യാൻ സ്വാഭാവികമായിട്ടും ബുദ്ധിമുട്ടുണ്ടാവും. മുട്ടിടിക്കും എന്ന് പറയുന്ന വാക്കാണ് കറക്റ്റ്. അപ്പോൾ ഈ അവിശുദ്ധ ബന്ധത്തിൻ്റെ ഫലമായി ഇപ്പോൾ കാട്ടിക്കൂട്ടിയിരിക്കുന്ന സംഭവവികാസങ്ങളുടെ മറ്റൊരു മുഖമാണ് ഞങ്ങൾ സമരത്തിനില്ല എന്ന് പറഞ്ഞതിലൂടെ ബോധ്യമാവുന്നത്, തെളിയുന്നത്. ആ കോൺഗ്രസിൻ്റെ ഈ നിലപാടിനെതിരായിട്ട് UDF യോഗത്തിൽ തന്നെ മുസ്ലിം ലീഗ് അടക്കമുള്ളവർ പ്രതിഷേധിച്ചു എന്ന വാർത്ത പുറത്തു വന്നിട്ടുണ്ട്.
ഇത് ശരിയല്ല നിലപാട് പല നേതാക്കളും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ UDFൻ്റെ ഭാഗം നിൽക്കുന്നതുകൊണ്ട് ഞങ്ങൾ അക്കാര്യം പുറത്ത് പറയുന്നില്ല, പരസ്യപ്പെടുത്തുന്നില്ല എന്ന നിലപാടിലാണ്. മറ്റ് ഘടകകക്ഷികളും ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന പാർട്ടികൾ തമ്മിൽ ഇങ്ങനെ ഒരു പ്രവർത്തനമല്ല വേണ്ടത് എന്നുള്ള നിലപാട് കൂടി മറ്റു ചില ഘടകകക്ഷി നേതാക്കളും ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ UDFനകത്ത് തന്നെ കേന്ദ്ര അവഗണനയ്ക്കെതിരായ സമരത്തെ നിഷേധിക്കേണ്ടതുണ്ടോ എന്ന സംശയം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ കോൺഗ്രസിൻ്റെ വിശിഷ്യ സുധാകരൻ്റെയും VD സതീശൻ്റെയും നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ് ഈ BJPയുടെ സഹായത്തോട് കൂടിയിട്ട് UDF മാധ്യമങ്ങളുടെ പിന്തുണയോട് കൂടിയിട്ട് ഈ അധിക്ഷേപങ്ങൾ ചൊരിയുന്നതും വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതും. അത്തരം നീക്കത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരം വാറോലകളുടെ ചില റിപ്പോർട്ടുകൾ പറഞ്ഞുകൊണ്ടുള്ള ഈ അധിക്ഷേപങ്ങൾ. ആ അധിക്ഷേപങ്ങളിൽ അർമാദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സമരത്തിൽ ഞങ്ങളില്ല എന്ന് പറയുന്നത്. അത് കേരളത്തിന് വിരുദ്ധമായ ഒരു നീക്കമാണ്. കേരളത്തിലെ ജനങ്ങൾ അതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. തങ്ങളുടെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഒപ്പം നിൽക്കാത്തവരാണ് ഈ കോൺഗ്രസും UDFും എന്നുള്ള പൂർണ്ണമായ ബോധ്യം ജനങ്ങൾക്കുണ്ട്. നാളെ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയവും അതുതന്നെയായിരിക്കും. നന്ദി, നമസ്കാരം.